ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു നല്ലൊരു അടിപൊളി സ്ക്രബിൻ്റെ പ്രൊഡക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. നമ്മുടെ വീട്ടിൽ ദിവസേന ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഇതിന് വേണ്ടി പ്രത്യേകമായിട്ട് വാങ്ങിച്ച് വെക്കേണ്ട സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ കയ്യിലെ വ്യത്യാസം തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. രണ്ട് കൈയും തമ്മിലുള്ള ആ ഡിഫറൻസ് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കണ ദോശമാവാണ് നമ്മുടെ ഇന്നത്തെ താരം. അപ്പോൾ ആ ദോശമാവിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കാപ്പിപ്പൊടി രണ്ടും കൂടി ചേർത്ത് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഉണ്ടാവില്ല, കാരണം മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയാണല്ലോ, പെട്ടെന്ന് അതിലേക്ക് സ്പ്രെഡ് ആയിക്കോളും. നമുക്കിതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ദോശമാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നല്ല തരി ഉണ്ട്. അത് നമ്മുടെ നന്നായിട്ട് അതിൽ ചോറും ഉഴുന്നൊക്കെയാണല്ലോ, അപ്പം നമ്മുടെ ബോഡിക്ക് പ്രത്യേകിച്ച് വേറെ ദോഷങ്ങളൊന്നും വരുന്നില്ല. അതിങ്ങനെ തരി കാരണം കൊണ്ട് സ്ക്രബായിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ദോശമാവ്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് മുഖത്തൊക്കെ വലിഞ്ഞ് എന്താ പറയുക, അധികം നേരം നമ്മൾ വെറുപ്പിക്കാനിരിക്കില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഐറ്റം കൂടിയാണ് ഈ ദോശമാവ്. അപ്പോൾ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, കാപ്പിപ്പൊടി, പിന്നെ നമുക്ക് അതിൻ്റെ യൂസ് അറിയാമല്ലോ. നല്ല ബോഡിക്കൊക്കെ നല്ല തിളക്കം തരുന്ന ഒരു സാധനമാണ് മഞ്ഞൾപ്പൊടി, അതുപോലെ കാപ്പിപ്പൊടി. അപ്പോൾ ഇത് ഞാൻ ദോശമാവ് മാത്രമായിട്ടാണ് ഇടാറ്. അപ്പോൾ എനിക്ക് ഇന്ന് തോന്നി ഇതിൻ്റെ കൂടെ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നി. പക്ഷേ തോന്നലെന്തായാലും വെറുതെ ആയില്ല. അത്രയ്ക്ക് പവർഫുള്ളായിരുന്നു കേട്ടോ അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. എനിക്ക് ഞാൻ കുറച്ച് നേരം പിടിച്ചു കയ്യിൽ, പക്ഷേ കൈ പെട്ടെന്ന് അബ്സോർബായി. കാലിൻ്റെ പെട്ടെന്ന് ഇതായില്ല, കാരണം മോള് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം കൂടി എനിക്ക് കാലും അധികം നേരം ഇട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല. പക്ഷേ കയ്യിൻ്റെ വ്യത്യാസം തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതേപോലെയുള്ള ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കാണുക, വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ള് കണ്ടിട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത് കേട്ടോ. നേരത്തെ ഒന്ന് ചെയ്തോളൂ, അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയാലോ. അപ്പോൾ ഈ ഒരു അടിപൊളി ഐറ്റം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റാണ് കേട്ടോ. അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് നമുക്ക് പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. ഒരുപാട് കാശിൻ്റെ ചിലവുകളോ ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പാക്കാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് കാല് പെട്ടെന്ന് അധികം ഇതാക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കാലൊന്ന് നന്നായിട്ടൊന്ന് അബ്സോർബ് ആവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തിരുന്നോളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്നും കൂടിയും പവർഫുള്ളായിരിക്കും, നല്ലൊരു റിസൾട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു ഐറ്റമാണ്. ടാനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും, ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. എനിക്ക് സമയം കിട്ടാത്തത് കാരണം കൊണ്ടാണ് കേട്ടോ.